കർണാടകയിലെ ബാംഗ്ലൂർ റൂറൽ ഡിസ്ട്രിക്റ്റിലെ ചിക്കാകൂലിക എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലായിരുന്നു 49 വയസ്സുള്ള മുനുസ്വാമിയും ആളുടെ ഭാര്യയായിട്ടുള്ള ശില്പ റാണിയും താമസിച്ചിരുന്നത്. ഇവർക്ക് ഒരു മകളായിരുന്നു ഉണ്ടായിരുന്നത്. മംഗലാപുരത്തായിരുന്നു ആ ഒരു പെൺകുട്ടി പഠിക്കുന്നുണ്ടായത്. അപ്പോൾ അവരുടെ നാട്ടിൽ നിന്നും ഏകദേശം ഒരു 300 കിലോമീറ്ററിന് മേലെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ പെൺകുട്ടി പഠിക്കുന്ന സ്ഥലത്തോട്ട് എത്തുക. അതുകൊണ്ട് തന്നെ ഇവരിടക്കിടക്ക് അവരുടെ സ്വന്തം കാറിന് ഒരു ഡ്രൈവറെ വെച്ച് കയറ്റി മകളെ കാണാൻ പോകുന്നത് പതിവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതേപോലെ അവർക്ക് അവിടെ കുറച്ച് പ്രോപ്പർട്ടീസ്, അതേപോലെ ബിസിനസ് ഒക്കെ ഉണ്ട്. മാരുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവർക്ക്. ടയറിൻ്റെ കടയാണ്, അതായത് ബൈക്കിൻ്റെ, കാറിൻ്റെ, ട്രക്കിൻ്റെ, ട്രാക്ടറിൻ്റെ, ലൈറ്റ് ട്രക്കിൻ്റെ, അങ്ങനെ സകലമായ ടയറും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ പോകുന്ന ഒരു കടയാണ്. അതുകൊണ്ട് തന്നെ ഫൈനാൻഷ്യലൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു ആ ഒരു ഫാമിലിയുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഇരിക്കെ 2024 ഓഗസ്റ്റ് 13 മകളെ കാണാൻ പോകാമെന്ന് മുനുസ്വാമിയും ശില്പ റാണിയും തീരുമാനിക്കുകയാണ്. അപ്പോൾ തന്നെ അവരുടെ ഡ്രൈവറായിട്ടുള്ള സോമേഷ് എന്ന് പറയുന്ന ഒരാളെ വിളിച്ചു. അപ്പോൾ ആളും ആ ഒരു ഡേറ്റിന് ഫ്രീ ആയിരുന്നു. അങ്ങനെ അവരുടെ കാർ എടുത്ത് കയറ്റി നേരെ മാംഗ്ലൂർ പോവാണ്. എന്നിട്ട് അവരുടെ മകളെ കാര്യങ്ങളൊക്കെ കണ്ടു തിരിച്ചു വരികയായിരുന്നു. എന്നാൽ അവരിങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് അവരുടെ കാറ് പഞ്ചറാവുകയാണ്. ഹസൻ ഡിസ്ട്രിക്റ്റിലെ ഖാന്താസി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ ടയർ പഞ്ചറായത്. അപ്പോൾ തന്നെ ഡ്രൈവർ വണ്ടി ഒതുക്കി നിർത്തി. ആൾ ഇറങ്ങി നോക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡിലത്തെ ടയർ പഞ്ചറായിട്ടുണ്ട്. ആളുടനെ തന്നെ വണ്ടിയുടെ ജാക്കിയും കാര്യങ്ങളൊക്കെ എടുത്തു. ടയർ മാറ്റാനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആളങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ശില്പ റാണിയും മുനുസ്വാമിയും കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. ശില്പ റാണി ആൾ കാറിൻ്റെ ടയർ മാറ്റുന്നത് നോക്കിയൊക്കെയായിരുന്നു. ഈ ഒരു മുനുസ്വാമി ആണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയി നിന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് വിദൂരതയിലോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അതിലൂടെ വണ്ടികളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നില്ല. അധികം വണ്ടികളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നൊരു ലോറി വരികയായിരുന്നു. ആ ഒരു ലോറി നേരെ വന്ന് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മുനുസ്വാമിയെ ഇടിച്ച് തെറിപ്പിച്ച് കാറുമലും ചെറുതായിട്ടൊന്നും ഒരതിയിട്ട് ആ ലോറി നിർത്താതെ പോവുമായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും നേരെ തന്നെ ചെന്നിങ്ങേറ്റ് മുനുസ്വാമിനെ നോക്കുമ്പോൾ ആൾ കിടന്ന് പെടയുകയായിരുന്നു. അതായത് ആൾ ജീവന് വേണ്ടിയിട്ട് പോരാടുന്നൊരു സമയമായിരുന്നു അത്. ഉടനെ തന്നെ അവർ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ആളെ താങ്ങിപ്പിടിച്ച് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയായിരുന്നു. പക്ഷേ മുനുസ്വാമിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഡോക്ടേഴ്സിനെ കൊണ്ട് സാധിച്ചില്ല. ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആൾ മരണപ്പെടുകയായിരുന്നു. അങ്ങനത്തെ ഒരു പോലീസ് കേസായി. പോലീസ് വന്നിങ്ങായിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ നടന്നതൊക്കെ പറഞ്ഞു. അതായത് ഇതേപോലെ തന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ടയർ പഞ്ചറായി. ടയർ മാറ്റുന്നതിൻ്റെ ഇടയിൽ മുനുസ്വാമി അപ്പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ലോറി വന്ന് ഇടിച്ചങ്ങോട്ട് പോയി. അപ്പോൾ ഈ പോലീസുകാർ സ്വാഭാവികമായിട്ടും ആ ലോറിയുടെ നമ്പർ നോക്കിയിട്ടുണ്ടോ, ലോറി എങ്ങനത്തെ ലോറി ആയിരുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പുറത്തെ സൈഡിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അയാൾ ടയർ മാറ്റുന്നത് നോക്കി നിൽക്കുകയായിരുന്നു. അയാളാണെന്നുണ്ടെങ്കിൽ ടയർ മാറ്റുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഏതാന്ന് പോലും അവർക്ക് ആ ഒരു സമയത്ത് നോക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം പിന്നെ നടക്കുന്നത് വെറും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലും ആയിരുന്നു. ഇപ്പോൾ പോലീസുകാർ ഇത് സാധാരണ ഒരു ആക്സിഡൻറ്റ് കേസ് ആവുമെന്നുള്ള രീതിയിലാണ് കേസിനെ സ്റ്റാർട്ടിങ്ങിൽ നോക്കി കണ്ടത്. എന്നാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ കേസിലുള്ള ട്വിസ്റ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ പോലീസിന് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണ് മുനുസ്വാമിയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ആരാണ് ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത്? അയാൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു മുനുസ്വാമിയെ കൊലപ്പെടുത്തിയത്? ആ ഒരു ലോറി ഡ്രൈവറെ പോലീസുകാർ കണ്ടെത്തിയോ? ഈ ലോറി ഡ്രൈവർ മാത്രമായിരുന്നു ഇതിൻ്റെ പിന്നിൽ? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. പോലീസുകാർ അങ്ങനെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മുനുസ്വാമിയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ ഓട്ടോപ്സി ചെയ്ത് കഴിഞ്ഞിട്ട് ഫാമിലി മെമ്പേഴ്സിന് വിട്ടുകൊടുക്കുകയാണ്. അവരങ്ങനെ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നടത്തി. ഈ ഭാര്യയായിട്ടുള്ള ശില്പ റാണി അവരുടെ കൺമുമ്പിൽ വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അതിൻ്റെ ആ ഒരു ഷോക്കിൽ നിന്ന് അവർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു റോട്ടിലുള്ള CCTV ഉണ്ടല്ലോ, അതായത് ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നില്ല, എന്നാൽ കുറച്ച് മാറിയിട്ട് CCTVയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ CCTVയും കാര്യങ്ങളൊക്കെ പോലീസുകാരിൻ്റെ ഒരു ടീം പരിശോധിക്കുകയാണ്. അവർ നോക്കിയപ്പോൾ ഇവർ പറഞ്ഞ ടൈമിൽ കുറേ ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഏതാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നുണ്ടെങ്കിലും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള പോലീസുകാരൊക്കെയാണല്ലോ. അവർ നോക്കിയപ്പോൾ ഇത്തിരി സംശയം തോന്നുന്ന ഒരു ലോറി അവരുടെ കണ്ണിൽ പെടുകയാണ്. അങ്ങനെ ആ ഒരു ലോറിയുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ലോക്ക് ചെയ്ത് ആ ഒരു ലോറി ഡ്രൈവറെ പോലീസുകാർ പൊക്കുകയും ചെയ്തു. ചിക്മംഗ്ലൂരുകാരനായിട്ടുള്ള ദേവേന്ദ്ര നായിക് എന്ന് പറയുന്ന ഒരാളായിരുന്നു ആ ഒരു ലോറി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അയാളെ പൊക്കി നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാക്കിയത് താൻ തന്നെയാണെന്ന് ആൾ സമ്മതിക്കുകയാണ്. അതായത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വണ്ടി എൻ്റെ കൺട്രോളിൽ നിന്ന് പോയി. ആ സമയത്ത് ഇവരിങ്ങനെ വണ്ടി സൈഡിൽ നിർത്തിയിട്ടിട്ട് അയാൾ മാത്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി വളക്കാനായിട്ട് നോക്കി, എന്നാലും എൻ്റെ കൺട്രോളിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അയാളെ തട്ടി ആളുടെ മേലെ കൂടെ കയറിപ്പോയി. പിന്നെ എനിക്ക് വണ്ടി നിർത്താനായിട്ട് തോന്നിയില്ല. ആ ഒരു പേടിയിൽ ഞാൻ അവിടെ നിന്ന് വിട്ടടിച്ച് പോയി എന്നുള്ളൊരു നിലക്കായിരുന്നു ആൾ പോലീസിൻ്റെ അടുത്ത് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്.
അപ്പോൾ പോലീസുകാർ ചോദിച്ചു, ഇങ്ങനെയുള്ളൊരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ മറ്റോ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? ഇയാൾ പറഞ്ഞു, ഇനി പോലീസ് കേസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അടുത്ത ചൊറ പിടിച്ച് എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങിയതാണ്. എന്തായാലും നിങ്ങളെൻ്റെ പിന്നാലെ വന്ന് എന്നെ പിടികൂടുന്നുള്ളത് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ മരിച്ചു പോകുന്നുള്ളത് പോലും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നാട്ടുകാരൊക്കെ വന്നെങ്കിൽ എന്നെ തല്ലിയാനെ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂസൊക്കെ ഉണ്ടായാനെ. അപ്പോൾ എന്താ ചെയ്യുക ഏതാ ചെയ്യാന്നറിയാതെ അവിടെ നിന്ന് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയതാണ്, അല്ലാതെ ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ല, പറ്റിപ്പോയതാണെന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ ഒരു ദേവേന്ദ്ര നായിക് എന്ന് പറയുന്ന ലോറിക്കാരൻ പോലീസിന് കൊടുത്ത മൊഴി. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഓട്ടോപ്സി റിപ്പോർട്ട് വരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് വായിച്ച് നോക്കിയപ്പോഴാണ് അവർക്ക് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അത് മനസ്സിലായപ്പോൾ ഇത് ജസ്റ്റ് ഒരു ആക്സിഡൻറ്റ് കേസ് അല്ല എന്നുള്ളൊരു കാര്യം അവർക്ക് തീർച്ചയാവുകയും ചെയ്തു. അതായത് ജസ്റ്റ് വണ്ടി ഇടിച്ച ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ഇമ്പാക്റ്റിൽ ഉണ്ടായിട്ടുള്ള മുറിവുകൾ മാത്രമായിരുന്നില്ല ആളുടെ ശരീരത്തിൽ ഉണ്ടായത്. ആളുടെ കഴുത്തിൽ പർപ്പസ്ഫുള്ളി എന്താ പറയുക വേറെ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെയും ആ ഒരു മരണത്തിൻ്റെ കാരണമായിരുന്നു. യെസ്, ഒരു ആക്സിഡൻറ്റ് കേസ് എന്നുള്ളത് ഒരു മർഡർ കേസായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അടുത്തതായിട്ട് പോലീസുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ശില്പ റാണിയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ് അവരെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. എന്നാൽ ആ സമയത്ത് ശില്പ റാണി ആ വീട്ടിലുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉണ്ടല്ലോ സോമേഷ്, ആളെയും പോലീസുകാരെ അന്വേഷിച്ചു. ആ സമയത്ത് സോമേഷിനെയും കണ്ടെത്താനായിട്ട് പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അവർ രണ്ടുപേരും കൃത്യസമയത്ത് അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ ഈ ഒരു സോമേഷും അതുപോലെ തന്നെ ശില്പ റാണിയും കൂടെ ചേർന്നിട്ട് മുനിസ്വാമിയെ ഇല്ലാതാക്കിയതാണ് എന്നുള്ളൊരു തോട്ടിലോട്ടായിരുന്നു പോലീസുകാരെത്തിയത്. അതേപോലെ തന്നെ ഇയാളുടെ ബോഡിയുടെ അടക്കും പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ മകളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും മകൾക്കും അമ്മ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ യാതൊരു വിവരവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് പോലീസുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോഡി ഓട്ടോപ്സി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരില്ലേ അവരെ ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഓരോരുത്തരായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു. ഈ ഒരു സ്ത്രീയെയും അതേപോലെ തന്നെ ആ ഒരു ഡ്രൈവറെയും കുറിച്ച് എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഒരു ഉദ്യോഗസ്ഥൻ പോലീസിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയുന്നത്. ആ കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശില്പ റാണി ആളുടെ അടുത്ത് ഇങ്ങനെ കരഞ്ഞു പറഞ്ഞു എന്ന്. ഹസ്ബൻഡിൻ്റെ മുഖം പുറത്ത് കാണിക്കേണ്ട, മുഖം മുഴുവൻ ബാൻഡേജും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചോ, എനിക്ക് ആ മുഖം ഇനി കാണാൻ പറ്റില്ല എന്നുള്ളൊരു തരത്തിൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മുഖം ആരും കാണാത്ത രീതിയിൽ ബാൻഡേജ് വെച്ച് കവർ ചെയ്തോളാനായിട്ട് ഈ ഒരു ശില്പ റാണി ആളുടെ അടുത്ത് പറഞ്ഞതായിട്ട് ആൾ പോലീസിനോട് പറയുകയായിരുന്നു. ഇതുകൂടെ ആയപ്പോൾ ഈ ഒരു കേസിന്റെ പിന്നിൽ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് തീർച്ചയാവുകയാണ്. പോലീസ് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഇവരെ രണ്ടുപേരെയും അന്വേഷിച്ചിറങ്ങുകയും ചെയ്തു. എന്നാൽ എത്രയൊക്കെ അന്വേഷിച്ചിട്ടും ഇവർ രണ്ടുപേരും എങ്ങോട്ടാണ് പോയതെന്നുള്ളത് പോലീസിനെ കൊണ്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ 10 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് ഈ കന്തസിയിലെ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു കോള് വരുന്നത്. ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ കോളായിരുന്നു അത്. അവരുടെ പോലീസ് സ്റ്റേഷനിൽ നിന്നും 100-150 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനിലത്തെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരാളുടെ ഫോണിൽ നിന്നായിരുന്നു ആ ഒരു കോള് വന്നത്. അയാൾ പറഞ്ഞൊരു കഥ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 23-ാം തീയതി, അതായത് 10 ദിവസം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം അയാൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് ആളുടെ വീട്ടിൽ വന്നിങ്ങായിട്ട് കിടക്കാനായിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ആൾക്ക് എന്താ പറയുക ഒരു കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. ഉടനെ തന്നെ ആൾ നേരെ നിന്നിട്ട് ഡോറും കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കുകയാണ്. ഡോറ് തുറന്നപ്പോൾ പുറത്ത് നിന്നിരുന്ന ആളെ കണ്ടിങ്ങേറ്റ് ആൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ച് പോവുകയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഈ മരണപ്പെട്ട മുനിസ്വാമി ആയിരുന്നു. ഒരു കുറച്ച് നേരം എടുത്തു ആൾക്കൊന്ന് എന്താ പറയുക പ്രോസസ്സ് ആവാനായിട്ട്. കാരണം ഈ ഒരു മുനിസ്വാമി ഇയാളുടെ ഒരു ബന്ധുവായിരുന്നു. ഈ ഫ്യൂണറലിനും ചടങ്ങിനൊക്കെ ഇയാൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം മരിച്ച് എന്താ പറയുക ശവടക്കും കഴിഞ്ഞ ഒരാൾ ജീവനോട് കൂടിയിട്ട് ഒരു രാത്രി പെട്ടെന്ന് ആളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആൾക്കത് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജീവനുള്ള ആളാണെന്ന് മനസ്സിലാക്കി ആൾ നേരെ വീടിൻ്റെ അകത്തോട്ട് കയറിയിരിക്കാനായിട്ട് പറയുകയായിരുന്നു. വീടിൻ്റെ അകത്തോട്ട് കയറ്റിയിരുത്തി ഇയാൾക്ക് കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കൊടുത്തു. ആ ഒരു ഷോക്കിൽ നിന്ന് ശ്രീനിവാസ് റിക്കവറായി. അതിനുശേഷം ശ്രീനിവാസ് ചോദിക്കുകയാണ്, എന്താണ് സംഭവം, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഈ ശ്രീനിവാസിൻ്റെ അടുത്ത് ഇയാൾ ഒരുപാടധികം കാര്യങ്ങൾ പറയാണ്. അയാളുടെ പരിചയത്തിൽ ആളുടെ ക്ലോസ് റിലേറ്റീവ്സിൽ അത്രയും അടുപ്പമുള്ള ഒരു പോലീസുകാരനുള്ളത് ഈ ഒരു ശ്രീനിവാസാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു മുനിസ്വാമിനെ അയാളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ശ്രീനിവാസിൻ്റെ അടുത്തോട്ട് മുനിസ്വാമി എത്തിയത്. അങ്ങനെ ആളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ മുനിസ്വാമി ശ്രീനിവാസിൻ്റെ അടുത്ത് പറയുകയാണ്. ഈ ഒരു ശ്രീനിവാസ് ആ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ഈ ഒരു കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചും പറയുകയായിരുന്നു. അവരാരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു ആ ഒരു കേസിൽ സംഭവിച്ചിട്ടുണ്ടായത്.
അതായത് ഈ ഒരു മുനുസ്വാമിയുടെ ടയർ കട ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നല്ല പ്രോഫിറ്റ്, നല്ല രീതിയിൽ കച്ചവടം, അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കോവിഡ് വരുന്നത്. കോവിഡ് വന്നപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബിസിനസ്സുകൾ പലതും പൂട്ടിപ്പോയിട്ടുണ്ട്, നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, ബാങ്ക്രപ്സി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നതുപോലെ തന്നെ ഇയാൾക്കും ഇഷ്യൂസ് വരികയാണ്. അപ്പോൾ ഇയാൾ ഫണ്ടുകൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മറിക്കാനായിട്ട് തുടങ്ങി. കുറേ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് കടം വാങ്ങി, പിന്നെ ആ ഒരു കടം തിരിച്ചു കൊടുക്കാനായിട്ട് വേറെ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്ന് കടം വാങ്ങി, അത് തിരിച്ചു കൊടുക്കാനായിട്ട് അടുത്ത ആൾക്കാരുടെ അടുത്ത് നിന്ന് കടം വാങ്ങി. അങ്ങനെ ഫുള്ളൊരു റൊട്ടേഷനിൽ ഇങ്ങനെ പോയി പറഞ്ഞ പോലെ തന്നെ ആൾക്ക് ഈ ഒരു കടമൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് ആൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ആകപ്പാട് ആൾ കടത്തിൽ ട്രാപ്പ് ആവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ആൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ആ ഒരു കടത്തിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ളത് മാത്രം അയാളുടെ ചിന്ത. ആ ഒരു സമയത്താണ് ശിവാജി എന്ന് പറയുന്ന നമ്മളുടെ രജനീകാന്തിൻ്റെ തമിഴ് പടം ഇയാളുടെ ശ്രദ്ധയിൽ വിടുന്നത്. ആ പടം അയാൾ കുറേ തവണ ഇരുന്ന് കണ്ടു. ആ പടത്തിൽ എന്താണ്, ആദ്യം രജനീകാന്ത് വരും, അതിനുശേഷം രജനീകാന്ത് മരിക്കുന്നത് പോലെ ഒരു സാധനം സെറ്റ് ചെയ്യും, അതിനുശേഷം മൊട്ടടിച്ച രജനീകാന്ത് വരും, വേറെ ക്യാരക്ടർ. അപ്പോൾ ഇയാൾ അതേപോലെ തന്നെ മരിച്ചിട്ട് വേറൊരു ക്യാരക്ടറായിട്ട് പിന്നെ വന്ന് അങ്ങനെ ലൈഫ് മുന്നോട്ട് നയിക്കുക എന്നുള്ളൊരു തോട്ടിൽ ആൾ നിൽക്കുകയായിരുന്നു. അതിനു വേണ്ടി അയാളുടെ പ്ലാനായിരുന്നു, അതായത് ആ ഒരു നാടകമായിരുന്നു അവിടെ കംപ്ലീറ്റ് നടന്നിട്ടുണ്ടായത്. വേറെ ഒന്നുമില്ല, നമ്മൾ സുകുമാരക്കുറുപ്പിൻ്റെ കേസിൽ ഇൻഷുറൻസ് മണിക്ക് വേണ്ടി ഇങ്ങായിട്ട് തൻ്റെ ലുക്കുള്ള തൻ്റെ സൈസുള്ള ഒരാളെ കൊന്ന കേസ്, അതേപോലെ തന്നെയുള്ള സെയിം പ്ലാൻ. അതായത് ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ പേരിൽ കുറേ ഇൻഷുറൻസ് എടുത്തു. കുറച്ചൊന്നുമല്ല, ഏകദേശം ഒരു 5 കോടി രൂപക്കുള്ള ലൈഫ് ഇൻഷുറൻസ് എടുക്കുകയാണ്. അതിനുശേഷമാണ് ഈ പറയപ്പെട്ട പ്ലാനുകൾ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായത്. ഇനി അടുത്തതായിട്ട് ആൾക്ക് വേണ്ടത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ അതേ സൈസും ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു. നൈസായിട്ട് അങ്ങനെയുള്ള ഒരാളെ ട്രാപ്പിലാക്കിയിട്ട് തട്ടിക്കഴിഞ്ഞിട്ട് ഇയാളാണെന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പൈസ മുഴുവൻ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അത് വെച്ച് ഇങ്ങനെ കടങ്ങൾ വീട്ടാ, ബാക്കി കാശ് കൊണ്ട് ലാവിഷായിട്ട് ജീവിക്കുക എന്നുള്ളതായിരുന്നു ഇയാളുടെ പ്ലാൻ. അങ്ങനെ മുനുസ്വാമി ഈ പ്ലാൻ ശില്പാ റാണിയുടെ അടുത്ത് പറയുകയാണ്. ശില്പാ റാണിക്കും ഇത് നല്ലൊരു പ്ലാൻ ആയിട്ട് തോന്നുകയാണ്. അതിനുശേഷം തൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഡ്രൈവറായിട്ടുള്ള സോമേഷിൻ്റെ അടുത്ത് ഈ ഒരു പ്ലാൻ പറഞ്ഞു. ആ പ്ലാനിന് ആളും കൂട്ടി നിൽക്കാമെന്ന് പറഞ്ഞു. അയാൾക്ക് അതിന് തക്കതായിട്ടുള്ള പാരിതോഷികം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് സുരേഷ് എന്നും വിദ്യുത് എന്നും പറയുന്ന വേറെ 2 വിശ്വസ്തരെ കൂടെ ആഡ് ചെയ്യുകയാണ്. ഈ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഒരു ഫ്ലോപ്പും ഇല്ലാണ്ട് നടത്തണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു ആക്സിഡന്റ് ഡ്രാമ സെറ്റാക്കാന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് ഇവർ എത്തുകയാണ്. അങ്ങനെയാണ് ദേവേന്ദ്ര നായിക് എന്ന് പറയുന്ന ഡ്രൈവറെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലോറി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുനുസ്വാമിയുടെ കെയർ ഓഫിലുള്ള ലോറി ആയിരുന്നു. അപ്പോൾ ആൾക്ക് കുറച്ച് ഫണ്ടും അഡ്വാൻസ് കൊടുത്തു. പിന്നെ ഈ ഒരു കൊലപാതകത്തിന് ശേഷം ലോറി ആളോട് എടുത്തോളാനും പറഞ്ഞു. ഇനിയിപ്പോൾ വേണ്ടത് എന്താണ്, ഒരാളെ വേണം, ഇയാളുടെ അതേ സൈസിലും ഷേപ്പിലുള്ള ഒരാളെ വേണം. അങ്ങനെ അയാൾക്ക് വേണ്ടി ഇവരിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പാവപ്പെട്ട കുപ്പിയും പാട്ടയും പറക്കുന്ന ആൾ ഇവരുടെ ഇടയിൽ വന്ന് പെടുകയാണ്. അതായത് ഇതേപോലെ തന്നെ മംഗലാപുരത്തേക്കുള്ള ബിസിനസ്സും അതേപോലെ തന്നെ മക്കളെ കാണാനും ഇവരിങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് ഒരാളിങ്ങനെ കുപ്പിയും പാട്ടയും പറക്കുന്നത് കണ്ടു. ആളെ നോക്കിയപ്പോൾ ഏകദേശം ഇയാളുടെ അതേ സൈസ്, ഷേപ്പ്, ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി നിർത്തി, അയാളെ പോയി കണ്ടു, അയാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, അയാൾക്ക് കുറച്ച് കാശ് കൊടുത്തു, എന്നിട്ട് അവിടെ നിന്ന് പോയി. അതിനുശേഷം സ്ഥിരമായിട്ട് വരുമ്പോൾ ഈ ഒരു കുപ്പിയും പാട്ടയും പറക്കുന്ന ആളെ കാണാനും അയാളുമായിട്ട് സംസാരിക്കാനും അയാൾക്ക് പൈസ കൊടുക്കാനും ഒക്കെ തുടങ്ങി. അയാൾ ഈ ഒരു മുനിസ്വാമിയെയും ആളുടെ വൈഫിനെയും എന്താ പറയുക ദൈവത്തെ പോലെ കണ്ടിട്ടുണ്ടാവുമല്ലേ, അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം ഇതാവാണ്. പിന്നെ ഒരു സമയത്ത് ഇങ്ങനെ ഫുൾ അഴുക്കിൽ കിടക്കില്ലേ, എന്തെങ്കിലും രോഗമോ കാര്യങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളെയും കൊണ്ട് പോയി ഇങ്ങായിട്ട് മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് സെയിം ആണ്, ഇയാൾക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്നുള്ളത് മനസ്സിലാക്കി ഇയാൾ പാവപ്പെട്ട മനുഷ്യൻ, ഇവർ വലിയ ആൾക്കാർ എനിക്ക് ഇത്രയും സഹായം ചെയ്തു തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോട്ടിലായിരിക്കും നിന്നിട്ടുണ്ടാവുക. അങ്ങനെ ഇവർ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന ഒരാളെയും കിട്ടി, ഈ വണ്ടി ഓടിക്കാനുള്ള ഒരാളെ കിട്ടി, ഈ ക്രൈം കവർ ചെയ്യാനുള്ള ആളുകളൊക്കെ കിട്ടി. അങ്ങനെയാണ് ഇവർ ഈ ഒരു ഓഗസ്റ്റ് 13-ാം തീയതി പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇവർ മകളെ പോയി കണ്ടു. തിരിച്ചു വരുന്ന വഴിക്ക് ഇയാളെ അടുത്ത് ചെന്നിങ്ങനെ സംസാരിക്കുകയാണ്. ഇയാളെയും ആ ഒരു വണ്ടിയിൽ കയറ്റുകയാണ്. കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇയാളെ വിളിച്ചപ്പോൾ ഇയാൾ ഓട്ടോമാറ്റിക്കലി ഇവരുടെ വണ്ടിയിൽ കയറി. അപ്പോഴത്തേനും മറ്റേ ലോറി ഡ്രൈവർക്ക് സിഗ്നൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയ സമയത്ത് ഡോറ് തുറന്നിട്ട് ഇയാളെ തള്ളിയിടായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് ശേഷമാണ് ആ ഒരു ലോറി വന്ന് ഇയാളുടെ മേത്തൂടെ കയറി പോകുന്നതും പിന്നെ ഇയാൾ മരിച്ചിട്ടില്ല എന്ന് തോന്നിയപ്പോൾ ഇവർ കഴുത്തിൽ മുറിവേൽപ്പിക്കുന്നതും അയാളെ കൊലപ്പെടുത്തുന്നതും. ആ ഒരു പഞ്ചറിൻ്റെ പരിപാടിയൊക്കെ ഫുള്ള് ഡ്രാമയായിരുന്നു. എന്തായാലും അവിടെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. പറഞ്ഞ പോലെ തന്നെ ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ വന്നു.
അപ്പോൾ ഈ ഒരു കഴുത്തിൽ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ആൾ മരിച്ചതെന്നുള്ളത് പോലീസിന് മനസ്സിലായി. അപ്പോൾ ശില്പാറാണിക്കും ഈ സോമേഷിനും എന്തായാലും തങ്ങൾ പെടാനുള്ളൊരു സാധ്യത എവിടേക്കോ ഉണ്ടെന്നുള്ളത് മനസ്സിലായപ്പോഴാണ് അവർ അവിടെ നിന്ന് നേരെ മുങ്ങിയിട്ടുണ്ടായത്. എന്നാൽ ഈ ഒരു ഫ്യൂണറലിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശില്പാറാണിയും സോമേഷും നേരെ പോയിട്ട് ഒളിച്ചിരുന്നിരുന്ന അവരുടെ ഹസ്ബൻഡിനെ പോയി മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഒളിവിലുള്ള സമയത്ത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ പെടും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പം ഇനി എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരാൾ സഹായിക്കണം. അങ്ങനെയാണ് ഇവരുടെ റിലേറ്റീവ് ആയിട്ടുള്ള ശ്രീനിവാസിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് ഭാര്യ അയാളോട് പറയുന്നതും ഈ ഒരു മുനിസ്വാമി നേരെ ശ്രീനിവാസിൻ്റെ അടുത്തോട്ട് പോകുന്നതും ആളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നതും ആൾക്ക് ക്യാഷ് ഓഫർ ചെയ്യുന്നതും. എന്നാൽ ശ്രീനിവാസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു രീതിയിൽ എല്ലാം ഇരുന്ന് കേട്ടിട്ട് നൈസായിട്ട് പോലീസിനെ വിളിച്ചങ്ങേറ്റ് ഈ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവരെ എല്ലാവരെയും പോലീസുകാർ പിടികൂടുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കേസിൽ ഈ 6 പേരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. മുനിസ്വാമി, ശില്പാറാണി, സോമേഷ്, പിന്നെ ലോറി ഡ്രൈവറായിട്ടുള്ള ദേവേന്ദ്ര നായിക്, സുരേഷ്, വിദ്യുത് എന്ന് പറയുന്ന ഈ 6 പേരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ഈ കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാവരും ജയിലിലുമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ ഒരു കേസിൻ്റെ എൻഡിങ് എന്നുള്ളത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയായിരുന്നു എന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.